കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ ഇടവകയിലെ ലീജർ ഓഫ് മേരി ഗ്രൂപ്പിനോട് സംസാരിക്കാൻ പോയി. 10-30 പേരുണ്ട്. അവർ എല്ലാവരും തന്നെ പ്രായമുള്ള അമ്മച്ചിമാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളൊരു സ്പെഷ്യൽ ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇട ദിവസത്തെ കുർബാനയ്ക്ക് പള്ളിയിൽ വരുന്ന കുട്ടികളുടെ എണ്ണം 2 അക്കത്തിൽ കൂടുന്നില്ല. മുതിർന്നവരും പ്രായമുള്ളവരൊക്കെ ഒരുപാട് പേര് പള്ളി വരുന്നുണ്ട്, പക്ഷെ കുട്ടികളില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഇട ദിവസം കുർബാനയ്ക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇടവകയുടെ പവർ ഹൗസാണ്. അപ്പോൾ ഒരു അമ്മച്ചി പറഞ്ഞു, അച്ഛാ, കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടേ, എങ്ങനെ വരാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന ഓൾട്ടർ ബോയ്സിന് ക്ലാസ്സിൽ പോകണ്ടേ? അവർ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളല്ലേ. എന്നിട്ട് വൈപ്പിൻകരയിലെ ഒരു ഇടവകയിലെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അവിടെ ഒരു ഇടവകയിൽ ഇട ദിവസത്തെ കുർബാനയ്ക്ക് 170 കുട്ടികളാണ് വരുന്നത്, മുടങ്ങാതെ വരാണ്. അപ്പോൾ അവിടുത്തെ വികാരിച്ചിട്ട് ഓഫർ കൊടുത്തേക്കുന്ന ഈ അക്കാദമിക് ഇയറിൽ മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് ഒരു സൈക്കിൾ സമ്മാനം. ഇപ്പം അച്ഛൻ ആ 170 സൈക്കിള് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ 170 കുട്ടികൾ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം സമയമില്ലാത്തതല്ല. ഇവിടെ പ്രശ്നം നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. ആർക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ ബുദ്ധിമാന്മാരാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തില്ല. അവരെ പഠിപ്പിച്ച് വലുതാക്കി പുറത്തു വിടണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് ഗോസ്പൽ ഈശോ പറയുന്നു, ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഈശോ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുന്നത്. ബുദ്ധിമാന്മാരാക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തെ കൊടുക്കുക, ബാക്കി എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ്. എല്ലാം കൊടുത്തു കുട്ടികൾക്ക് ദൈവത്തെ കൊടുത്തില്ലെങ്കിലോ?